നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ വീഡിയോ രാജുവേട്ടനും ഞാൻ ഒരുമിച്ച് ചെയ്യണം എന്നൊക്കെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും ദിവസം നിന്നിട്ട്. പക്ഷേ രാജുവേട്ടനെ വീഡിയോ എടുക്കാൻ കിട്ടണില്ല. രാജുവേട്ടൻ ഓരോ കാരണത്താൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണെന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എടുത്തുവെച്ച വീഡിയോ എന്തായാലും ഒന്നിടാമെന്ന്. അപ്പോൾ രാവിലെ ഞാൻ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ രാജുവേട്ടൻ പണിയെടുക്കണം അവിടുന്ന് മുതലാളിമാരെ വീട്ടിൽ നിന്ന് ഇടിച്ചൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കി വെച്ചിട്ടില്ല, അതൊക്കെ നന്നാക്കി എടുത്തിട്ട് അതിങ്ങനെ അതായത് തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം അതിങ്ങനെ എന്താ പറയുക ഓരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ കുറേ ചെത്തിയിട്ട് കൈമേലൊക്കെ മുറി അവിടെ ഉണ്ട്. പിന്നെ ഞാൻ കുറേ ചെറുതാക്കിയിട്ട് അധികം കട്ടില്ലാത്ത രൂപത്തിലാക്കി ചെറുതാക്കിയിട്ട് പിന്നെ കട്ട് ചെയ്ത് ചെറുതാക്കി അങ്ങനെ അതൊക്കെ ഇങ്ങനെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യമോളുണ്ട് അപ്പുറത്ത് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇടിച്ചക്ക ആദ്യം വെള്ളത്തിൽ ആവിയിലൊന്ന് വേവിച്ചെടുക്കും, എന്നിട്ട് ഉടച്ചിട്ടാണ് ഈ സംഭവമൊക്കെ ഉണ്ടാക്കട്ടെ. ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ചെയ്യുക. ഇവിടെ വെക്കണ രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, പക്ഷേ ഞാൻ അങ്ങനെ പറയാം കേട്ടോ. ചില രീതികളൊക്കെ വ്യത്യാസമാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 11 മണി ആ ഒരു ടൈമിലൊക്കെയാണ് ഞാനിത് ഉണ്ടാക്കണം കേട്ടോ. അത് കുറേ നേരം ഞാൻ ഇതൊന്ന് തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കാൻ കുറേ ടൈം എടുത്തു. അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഞാൻ കുറേ നേരം ഫോണിൽ ഇങ്ങനെ കുറച്ച് നേരം കണ്ട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഉച്ചക്കൊക്കെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയത് കേട്ടോ. അപ്പോൾ കനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെണ്ണീരും കാര്യങ്ങളൊക്കെ റെഡിയാക്കി മാറ്റി അതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ തുടക്കം മുതലൊന്ന് തീ കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ എടുത്തപ്പോൾ ഒരാഴ്ചേട്ടൻ ഷർട്ട് വന്നിട്ടില്ല. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് ചായ കുടിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്നാൽ ഷർട്ട് ഇടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ മുഖം കൊള്ളൂല. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ക്ഷീണത്തിൽ വന്നതല്ല. അപ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ നിർത്തില്ല. അപ്പോൾ ഞാൻ ഇടിച്ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പാകത്തിനാക്കിയിട്ട് ഇടിച്ചക്ക ആ പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് മമ്പയറൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ട വീഡിയോസിലൊക്കെ അധികവും ചെറുപയറാണ്, പക്ഷേ എനിക്ക് ഇഷ്ടം മമ്പയറാണ് കേട്ടോ. അപ്പോൾ ഞാൻ മമ്പയറിന് വൺപയർ അങ്ങനെ എന്തൊക്കെയോ പറയും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ മമ്പയർ കൂട്ടിയിട്ട് അടുപ്പത്ത് വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജേട്ടൻ ജോലി കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ വെള്ളത്തിലിട്ട് പൊതിർന്ന് കിട്ടാൻ കുറച്ച് ടൈമാണല്ലോ ഇത്. അപ്പോൾ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പിന്നെ അത് നന്നാക്കാനൊക്കെ ഇരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനതും കൂടി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കല്യാണമൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഞാനും രാജുവേട്ടനും പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നപ്പോൾ ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വീഡിയോ ഞാൻ കാണലുണ്ട്, രാജു വ്ളോഗ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിച്ചു തരണം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ വീഡിയോ കാണലുണ്ട്, കാരാടാണ് വീട് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ, കാരാടാണ് വീട് പറഞ്ഞതെന്നാണ് ഒരു ഓർമ്മ. അപ്പോൾ എന്നിട്ട് ചേച്ചിനോട് ചോദിച്ചു വീട് എവിടെയെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ട് ചേച്ചി പിന്നെ ചേച്ചീൻ്റെ ഏട്ടൻ്റെ ഒപ്പം പെട്ടെന്ന് പോയിട്ടുണ്ട്. അധികം നേരം സംസാരിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞാൻ നന്നാക്കി എടുത്തപ്പോൾ കുറേ സംഭവങ്ങൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കുകയാണ് കേട്ടോ, മുറത്തിലാക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇടിച്ചക്ക ഇണ്ണിക്കമ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നേരം ആയുമ്പോൾ നിൽക്കേണ്ടി വരും. അതുമല്ല കുറച്ച് നേരത്തെ നന്നാക്കി ഇരിക്കാവും നല്ലതൊക്കെ പിന്നെ തോന്നി. കാരണം ഞാൻ റീൽസും കാര്യങ്ങളും പിന്നെ ചായയുടെയും കാര്യങ്ങളും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടിച്ചക്കൊക്കെ നന്നാക്കാൻ നിന്നത്. അപ്പോൾ എനിക്ക് കുറേ സമയം വൈകി. പിന്നെ അപ്പോൾ ഞാൻ എനിക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻ വറ്റിക്കണത് രാജേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മീൻ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ പറയും മീൻ വറ്റിക്ക്, മീൻ പൊരിക്കാനാണല്ലോ സുഖം. അപ്പോൾ ഇങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മീൻ വറ്റിക്കണത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇടിച്ചക്ക വറവിടാൻ വേണ്ടിയിട്ടും ചെറുള്ളി ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി ഞാൻ ചെറുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഞാൻ വറവിടാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ വറവിടുമ്പോൾ ആ ഒരു ടൈമാകുമ്പോൾ രാജേട്ടൻ എന്താണെന്നറിയില്ല കൃത്യസമയത്ത് അങ്ങോട്ട് എത്തും. അപ്പോൾ വറവിടാൻ നിൽക്കണ്ടോ. അപ്പോൾ അധികം മഞ്ഞപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വറവിടുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ചുരുളിലേക്ക് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. രാജേട്ടനാണെങ്കിൽ എണ്ണ ഒഴിക്കണമെങ്കിൽ കുറച്ച് ഒഴിക്കുള്ളൂ കേട്ടോ. പിന്നെ പെൺകുട്ടികൾ അറിയുമ്പോൾ പിന്നെ കുറച്ച് അധികം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പോരാ, കുറച്ചും കൂടി വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഇത് മതി, കാരണം ഇവരാണല്ലോ ജോലി എടുത്തിട്ടൊക്കെ കൊണ്ടുവരുന്നത്, അപ്പോൾ ഇവർക്ക് അറിയുള്ളൂ ഇതിൻ്റെ വില. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാത്താണെങ്കിൽ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ രാജേട്ടൻ ആ ഉള്ളിക്കൊന്ന് വാട്ടി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജേട്ടൻ തന്നെ എന്താ പറഞ്ഞത് ഞാൻ വറവിട്ടുണ്ട് എന്ന് പറഞ്ഞത്, അല്ലാതെ ഞാനായിട്ട് നിർബന്ധിച്ചിട്ട് അങ്ങനെ പറഞ്ഞതൊന്നല്ല. അപ്പോൾ രാജേട്ടൻ വറവിട്ട് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ എണ്ണ കുറവ് ചെയ്യുന്നല്ലോ, പിന്നെയും ഒഴിച്ചിട്ടോ ഞാൻ പറഞ്ഞ്. പിന്നെ രാജേട്ടൻ കുറച്ച് പിന്നെ ഒഴിച്ചു. അപ്പോൾ സംഭവം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. വറവിടണേലാണല്ലോ ഇതിൻ്റെ രസം. അപ്പോൾ നല്ല രസം. ഞാൻ വെറും കറിവേപ്പിലും പിന്നെ കുറച്ച് ഉള്ളിയും കൂടി ചേർത്തിട്ടാണ് വറവിട്ടത് കേട്ടോ. ഞാൻ ഉണക്കമുളകൊന്നും ചേർത്തിട്ടില്ല, ഉണക്കമുളകില്ല അതുകൊണ്ട് ചേർത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് അങ്ങനെ വറവിട്ട് ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം തെളിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അടിച്ചു വരി ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവില്ലെന്ന് അറിയില്ല. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വെക്കാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ടായിരുന്നു. പിന്നെ വീട്ടിലൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇതോടുകൂടി കഴിയാണ്ട് 2025 ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ഞാനായിട്ട് ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് ഒന്നുമില്ല, പിന്നെ പിറന്നാളായാലും ആഘോഷിക്കുകയൊന്നുമില്ല കേട്ടോ. ആഘോഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്